സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇനി വരുന്ന LDC, LGS മുതലായ പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ 50 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ 40 മാർക്ക് കട്ട് ഓഫ് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണ്? ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം. അടുത്ത ചോദ്യം, ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24 മാർച്ച് മാസം 24 തീയതിയാണ് ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ്? മന്ത്. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മന്ത്. അടുത്ത ചോദ്യം, രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ? ത്രോംബോസിസ്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥയാണ് ത്രോംബോസിസ്. രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേര്? രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. ഓപ്ഷൻ എ, അഗ്ലൂട്ടിനേഷൻ. ലോക രക്തദാന ദിനം ആചരിക്കുന്നത് എന്ന്? ലോക രക്തദാന ദിനം ജൂൺ 14 ലോക രക്തദാന ദിനം ആചരിക്കുന്നത്. ദേശീയ രക്തദാന ദിനം എന്നാണ്? ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ഒക്ടോബർ 1. അപ്പൊ ലോക രക്തദാന ദിനം ജൂൺ 14, ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ആണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2005 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത്? തുലാവർഷം. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ്? ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം കടലാണ്. ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്? പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് സഹ്യപർവ്വത നിരകൾ. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വത നിരകൾ എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ? ആരവല്ലി നിരകളാണ് താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ. ആരവല്ലി നിരകൾ. കേരളത്തിലെ കായലുകളുടെ എണ്ണം? 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മോസിൻഡ്രം ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മോസിൻഡ്രം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ക്ഷീരപഥത്തിൽ 2021 കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തം. ക്ഷീരപഥത്തിൽ 2021 കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തം യൂണിക്കോൺ. യൂണിക്കോൺ ആണ് ക്ഷീരപഥത്തിൽ 2021 കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തം. കേരള ബാങ്കിന്റെ ആദ്യത്തെ സിഇഒ. കേരള ബാങ്കിന്റെ ആദ്യത്തെ സിഇഒ PS രാജനാണ്. PS രാജൻ. കേരള ബാങ്കിന്റെ ആദ്യത്തെ സിഇഒ PS രാജൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനക്കാരിയാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനക്കാരിയാണ്? ഒഡീഷയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഒഡീഷ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനക്കാരിയാണ്? ഒഡീഷ. ലഡാക്കിന്റെ തലസ്ഥാനം. ലഡാക്കിന്റെ തലസ്ഥാനം ലേ ആണ്. ലഡാക്കിന്റെ തലസ്ഥാനം ലേ. ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായിട്ട് 2021 ആചരിച്ചത് എന്നും. ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായിട്ട് 2021 ആചരിച്ചത് എന്നാണ്. സെപ്റ്റംബർ 9 തീയതിയാണ്. സെപ്റ്റംബർ മാസം 9 തീയതിയാണ് ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായിട്ട് 2021 ആചരിച്ചത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്താണ് ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം ഏത്? കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം സാർസ് ആണ്. സാർസ് ആണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം. സാർസ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? ടയലിൻ ആണ്. ടയലിൻ ആണ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏത്? കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം കുടലാണ്. കുടലിനെയാണ് കോളറയും ടൈഫോയിഡും ബാധിക്കുന്നത്. ഓപ്ഷൻ എ കുടൽ. കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലമാണ്. കൊല്ലത്താണ്. കൊല്ലം ജില്ലയിലാണ് കേരളത്തില് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം. റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? ശാന്തസമുദ്രത്തിലാണ്. ശാന്തസമുദ്രത്തിലാണ് റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം. പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെയാണ്?
വടക്കൻ പറവൂരാണ്. പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. എവിടെയാണ്? വടക്കൻ പറവൂർ. ചുവടെ പറയുന്ന കേരള സർക്കാർ പദ്ധതികൾ, അവയുടെ ഉദ്ദേശം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. പദ്ധതികൾ തന്നിരിക്കുന്നത്: എ ആരോഗ്യ കിരണം, ബി ആശ്വാസ കിരണം, സി സുഹൃതം, ഡി ആയുർദളം. ഉദ്ദേശങ്ങൾ തന്നിരിക്കുന്നത്: 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, ശയ്യാവലംബരായ രോഗികളുടെ പരിചരണം, സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി, എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. A1, B2, C3, D4. ആരോഗ്യ കിരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, ആശ്വാസ കിരണം ശയ്യാവലംബരായ രോഗികളുടെ പരിചരണം, സുഹൃതം സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി, ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു: ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി ഉൽപാദനം, പിസികൾച്ചർ തേനീച്ച വളർത്തൽ, സെറികൾച്ചർ സിൽക്ക് ഉൽപാദനം, സിൽവികൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നത്. ശരിയായ ജോഡി അല്ലാത്തത് പിസികൾച്ചർ ആണ്. പിസികൾച്ചർ ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യ വളർത്തലാണ് പിസികൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്താണ്? പഴം പച്ചക്കറി ഉൽപാദനം, സെറികൾച്ചർ സിൽക്ക് ഉൽപാദനം, സിൽവികൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ആരാണ്? ജോർജ് യൂൾ ആണ്. ജോർജ് യൂൾ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശി. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോ എന്നത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ്. ഓപ്പറേഷൻ പോളോ. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നു: നീള അല്ലെങ്കിൽ പേരാർ, തലയാർ, മഞ്ഞനദി അല്ലെങ്കിൽ മൂരാടുപുഴ, ചൂർണി എന്നിവയാണ് തന്നിരിക്കുന്നത്. അവയുടെ അപരനാമങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. A1, B2, C4, D3. നീള അല്ലെങ്കിൽ പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. മഞ്ഞ നദി അല്ലെങ്കിൽ മൂരാടുപുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. നീള അല്ലെങ്കിൽ പേരാർ ഏത് നദിയാണ്? ഭാരതപ്പുഴ. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. മഞ്ഞ നദി അല്ലെങ്കിൽ മൂരാടുപുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം എന്നത്. ദൈവദശകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരു. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്ന അവസ്ഥയെ പറയുന്നത്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്ന അവസ്ഥയെ പറയുന്നത് വ്യാപനം എന്നാണ്. വ്യാപനം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ
രാധാകൃഷ്ണൻ കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂരാണ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ. തെർമോമീറ്റർ ഊഷ്മാവ് അളക്കാം. തെർമോമീറ്റർ ഉപയോഗിച്ച് ഊഷ്മാവ് അളക്കാം. അതുപോലെ അമ്മീറ്റർ ഉപയോഗിച്ച് എന്തളക്കാം? അമ്മീറ്റർ എന്തളക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്? അമ്മീറ്റർ. വൈദ്യുത പ്രവാഹമാണ്. വൈദ്യുത പ്രവാഹം. ഓപ്ഷൻ ഡി വൈദ്യുത പ്രവാഹം. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? തലശ്ശേരിയാണ്. തലശ്ശേരി. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസോണിക് ആണ്. ഓപ്ഷൻ ബി അൾട്രാസോണിക്. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. ദേശീയ കായിക ദിനം എന്നാണ്? ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് എത്രയാണ്? കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് 4 ppm ആണ്. ഓപ്ഷൻ എ 4 ppm ആണ് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. അവസാനത്തെ ചോദ്യം, ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏതാണ്? ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏതാണ്? ഭൂമിയാണ്. ഭൂമിയാണ് ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്ന ആകാശഗോളം. അപ്പം മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.